ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ. ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എല്ലാവരും കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അരിപ്പൊടിയിലേക്ക് നമുക്ക് തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഈ അരിപ്പൊടി ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കാം. പാകത്തിനുള്ള വെള്ളം ചേർത്ത് മിക്സാക്കണം, ഇല്ലെങ്കിൽ അത് പാകമായിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നൂൽപുട്ട് കിട്ടില്ല. ഇതിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് നല്ല ഇത് കുഴച്ചെടുക്കാം. വെള്ളം അധികമാകാതെ ശ്രദ്ധിക്കണം. വെള്ളം അധികമായി പോയാൽ ഈ മാവ് ലൂസായി പോകും. അപ്പം നമുക്ക് നൂൽപുട്ടുണ്ടാക്കാനുള്ള ഇതിൽ പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അത് ശ്രദ്ധിക്കണം. പാകത്തിന് വെള്ളം ചേർത്ത് മാത്രമേ കുഴച്ചെടുക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് ഈ നൂൽപുട്ടിൻ്റെ പാത്രത്തിൽ എങ്ങനെയാണ് മാവ് നിറയ്ക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ അച്ചിടണം. ഇത് ഇവിടുന്ന് അയച്ചെടുത്തതാ. ഇത് അയച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് ഇങ്ങനെ തിരിച്ച് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് നിറയ്ക്കാം. നല്ല മുറിച്ചുണ്ട്, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് നൂൽപുട്ടിനുള്ള മാവ് സെറ്റാക്കി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കി എടുത്താലോ. അതിന് ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടാണ് എടുക്കുന്നത്. സാധാരണ സ്റ്റീലിന്റെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് അലൂമിനിയം പാത്രത്തിന്റെ തട്ടെടുത്തത്. സത്യത്തിൽ ഒരു കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സിമ്പിളാണ്, വേഗം, ഒരു ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി. മറ്റേ ഇഡ്ഡലി ഉണ്ടാക്കുന്ന എന്തൊരു ബുദ്ധിമുട്ടാണ്. കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ച് അതതിൽ എന്താ പറയുക സെറ്റാവൂല, അങ്ങനൊക്കെയുള്ള ബുദ്ധിമുട്ടല്ലേ. നമുക്കിതൊന്ന് കഴിച്ചെടുക്കാം. അങ്ങനെ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.